ആർക്കിടെക്ചർ ഏരിയ കൂടുതൽ മനോഹരമാക്കാൻ എങ്ങനെ പറ്റാം നമുക്ക്? ആർക്കിടെക്ചറൽ ഏരിയ മനോഹരമാക്കുന്നത് ഒരു ഡിപ്പെൻസ് ഡിസൈനിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഡിസൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇൻറ്റീരിയർ ആണെങ്കിൽ ആ രീതിയിൽ, ലാൻഡ്സ്കേപ്പിംഗ് ആണെങ്കിൽ ആ രീതിയിൽ, അതല്ല ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യണമെങ്കിൽ ആ രീതി. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കെട്ടിടം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുകയാണെങ്കിൽ ആ ഭൂപ്രകൃതിയെ ഡിസ്റ്റർബ് ചെയ്യാതെ അതിൻ്റെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് പറ്റുന്ന പല മിസ്റ്റേക്കുകളാണ്. നമ്മളിപ്പോൾ ഒരു ലാൻഡ് കണ്ടു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഫ്ലാറ്റായി കട്ട് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ആ ഭൂപ്രകൃതി, അതിനൊരു അപ്പിയറൻസ് ഉണ്ട്. നമുക്ക് പറയാനുള്ളത് തന്നെ എന്താ, കേരളം ഗോഡ്സ് ഓൺ കൺട്രിയാണ്. അതായത് അത്രയും മനോഹരമായിട്ടാണ് ദൈവം ഇതിനെ സൃഷ്ടിച്ചത്. അപ്പോൾ ആ ഒരു ഭൂപ്രകൃതി നിലനിർത്തിക്കൊണ്ട് അതിനെ പ്രകൃതിയിൽ നിന്ന് ഡിസ്റ്റർബ് ചെയ്യാതെ, അല്ലെങ്കിൽ അതിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ആർക്കിടെക്ചറലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന പാർട്ടാണ് ഞാൻ പറഞ്ഞത്. സോ നമുക്കൊരു ഇൻറ്റീരിയർ പാർട്ടാണെങ്കിൽ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുക, ഇപ്പോൾ എക്കോ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഭയങ്കര ഹെവി സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ ഹെവി ഇൻറ്റീരിയർ ഡിസൈൻസ്. നമുക്ക് ബെഡ്റൂമിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. ആ നെഗറ്റീവ് ഫീൽ വരാൻ കാരണം എന്താ വെച്ചാൽ, അവിടെ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത് അവിടെ കുറേ കോൺക്രീറ്റുകളും അല്ലെങ്കിൽ കുറേ മാർബിൾസും അല്ലെങ്കിൽ കുറേ ഓൾഡ് കുറേ ഇറ്റാലിയൻ ഡിസൈൻസും. പക്ഷെ അതൊക്കെ ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ട്, സിമ്പിളായിട്ട്, നമുക്ക് മനോഹരമായിട്ട് മനസ്സിനെ ശരിക്കും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് കാലഘട്ടത്തിൽ ആർക്കിടെക്ചറലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതേ രീതിയിലാണ് ലാൻഡ്സ്കേപ്പിംഗ് എന്നുള്ള രീതിയിലാണ് എനിക്ക് പറയാനുള്ളത്. ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത് ആ ഭൂപ്രകൃതി നിലനിർത്തിക്കൊണ്ട് അതിനെ ഏറ്റവും ഭംഗിയായിട്ട് അവിടെ നിലവിലുള്ള മരങ്ങളും നിലവിലുള്ള ചെടികളും മാവ് തൈകൾ തെങ്ങുകളൊക്കെ നിലനിർത്തിക്കൊണ്ട് അവിടെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ലാൻഡ്സ്കേപ്പിംഗ് ആർക്കിടെക്റ്റിനെ പറ്റി പറയാനുള്ളത്. ഇപ്പോൾ പല സ്ഥലത്തും നമ്മൾ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ കാണുന്നത് അവിടെയുള്ള തെങ്ങൊക്കെ കട്ട് ചെയ്ത് നമ്മൾ GCC നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയറ്റ്സ് ട്രീ കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്യുന്നു. സോ നമുക്ക് അതിനേക്കാളും എത്രയോ ബെറ്റർ ആയിട്ടാണ് നമ്മളൊരു കോക്കനട്ട് ട്രീ. പക്ഷേ അതിന് ഭയങ്കര മനോഹരമുണ്ട്. അത് നിലനിർത്തുക എന്നുള്ളതാണ് ഒരു ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ആ രീതിയിൽ അതിനെ മാറ്റം വരുത്തി ചെയ്യാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു എക്കോ ഫ്രണ്ട്ലി ഡിസൈനറായി മാറുന്നത്.